തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു കൗൺസിലറുടെ വീട് പോലീസ് അർദ്ധരാത്രി വളഞ്ഞ് ആക്രമിച്ച് അദ്ദേഹത്തെ പിടികൂടുന്നു. 14 വയസ്സുള്ള മകന്റെ നേർക്ക് പോലീസ് തോക്ക് ചൂണ്ടുന്നു, ഭാര്യയെ ഭീഷണിപ്പെടുത്തുന്നു, ആകാശത്തേക്ക് വെടിവെക്കുന്നു. അങ്ങനെ സർവത്ര കച്ചറയുണ്ടാക്കി ഈ ആർ സുഗതൻ എന്ന് പറയുന്ന കൗൺസിലറെ പോലീസ് വളരെ സാഹസികമായിട്ട് അറസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ അധികം നടന്നിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം. ഇദ്ദേഹം അർദ്ധരാത്രി വീട് വളഞ്ഞ് പിടിക്കാനായിട്ട് ഇങ്ങനെ ഓടിച്ചിട്ട് പിടിക്കാന്ന് കേട്ടില്ല. അങ്ങനെ പിടിക്കാനായിട്ട് വല്ല വീരപ്പനോ ഒസാമ ബിൻ ലാദനോ വല്ലതും ആയിരുന്നോ? നമുക്ക് ന്യായമായ സംശയം തോന്നും. പോലീസ് പറയുന്നത് ഇദ്ദേഹം കാപ്പ കേസിൽ പ്രതിയാണ്, മുൻകൂർ ജാമ്യം കോടതി നിഷേധിച്ചു, അതുകൊണ്ട് അറസ്റ്റ് ചെയ്തതാണെന്നുള്ളതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. ഒരു ജനപ്രതിനിധി എങ്ങനെയാണ് കാപ്പ കേസിൽ പ്രതിയാവുന്നത്? അല്ലെങ്കിൽ കാപ്പ കേസിൽ പ്രതിയായിട്ടുള്ള ഒരാള് ജനപ്രതിനിധിയാവുന്നത് എങ്ങനെയാ? അതാണ് കൂടുതൽ കറക്റ്റ് ആയിട്ടുള്ള ചോദ്യം എന്ന് എനിക്ക് തോന്നുന്നു. കാപ്പ കേസിൽ പ്രതിയായിട്ടുള്ള ഒരു ഹെബിച്വൽ ഒഫൻഡേഴ്സിനുള്ള ഇടാനുള്ള ഒരു വകുപ്പാണല്ലോ കാപ്പ എന്ന് പറഞ്ഞാൽ. നിസ്സാര ഒരു വകുപ്പല്ല. അങ്ങനെയുള്ള ഒരു സ്ഥിരം കുറ്റവാളി എങ്ങനെ ജനപ്രതിനിധിയാവുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഗുണ്ടകളും റൌഡികളും സാമൂഹ്യ വിരുദ്ധരും അല്ലെങ്കിൽ പിന്നെ ഈ മയക്കുമരുന്ന് കേസിലെ പ്രതികള്, മയക്കുമരുന്ന് സംഘങ്ങൾ, ഭീകരവാദികൾ, ഇങ്ങനെയുള്ളവരുടെ പേരിൽ ചാർജ് ചെയ്യുന്ന ഒരു വകുപ്പാണല്ലോ കാപ്പ സാധാരണയായിട്ട്. അപ്പോ ഈ പറഞ്ഞതിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആളാണ് ഈ BJPയുടെ ജനപ്രതിനിധി? ഒരു ഗുണ്ടയോ അല്ലെങ്കിൽ റൌഡിയോ പിടിച്ചുപറിക്കാരനോ സാമൂഹ്യ വിരുദ്ധനോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഏതെങ്കിലും ഹബിച്വൽ ഒഫൻഡർ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്? അതാണ് ആദ്യത്തെ ചോദ്യം. അതോ ഇനിയിപ്പോ 1 വർഷം മുമ്പ് ഇദ്ദേഹം കൗൺസിലിലേക്ക് അല്ലെങ്കിൽ സിറ്റി കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആണോ ഇദ്ദേഹം കാപ്പ കേസ് പ്രതിയായത്? അതും ഒരു ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ 1 വർഷം കൊണ്ട് എങ്ങനെയാണ് അദ്ദേഹം സ്ഥിരം കുറ്റവാളിയാകുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ 3 തവണയോ മറ്റേ ഒരേ കേസിന് അല്ലെങ്കിൽ ഒരേ കുറ്റത്തിന് ഇങ്ങനെ ചാർജ് വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ കാപ്പ ചട്ടപ്രകാരം ഇദ്ദേഹത്തെ സ്ഥിരം കുറ്റവാളിയായിട്ട് പ്രഖ്യാപിക്കാൻ സാധിക്കും. അപ്പൊ ഈ 1 വർഷത്തിനുള്ളിൽ എങ്ങനെയാണ് ഇദ്ദേഹം 3 കേസിൽ പ്രതിയായി സ്ഥിരം കുറ്റവാളിയായി മാറിയത്? ഇതെല്ലാം ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങളാണ്. കേരളത്തിന്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷം നമുക്കറിയാം. ഒരു റൌഡി അല്ലെങ്കിൽ തെരുവ് ഗുണ്ട, സാമൂഹ്യ വിരുദ്ധൻ എന്നൊക്കെ പറയുന്ന ഇതുപോലെയുള്ള ഒരാള് ഇലക്ഷന് നിന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ അയാളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ജനപ്രതിനിധികൾ തീർച്ചയായിട്ടും തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഗുണ്ടായുസമൊക്കെ കാണിക്കാറുണ്ട്, അവർക്കെതിരെ കേസും ഉണ്ടാവാറുണ്ട്. പക്ഷേ തെരുവ് ഗുണ്ടകൾക്ക് തെരഞ്ഞെടുപ്പ് ജയിച്ച് ജനപ്രതിനിധിയാവാനായിട്ട് തൽക്കാലം കേരളത്തിൽ പ്രയാസമാണ്. ശരി, ഇനിയിപ്പോ BJPയുടെ ഒരു ശക്തി കേന്ദ്രത്തിൽ ഇങ്ങനെ ഒരു BJP ഒരു ഗുണ്ടയെ പിടിച്ചു നിർത്തി ജയിപ്പിച്ചു എന്നൊരു വാദമാണെന്നുണ്ടെങ്കിൽ അതും നിലനിൽക്കില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന. നിങ്ങൾ ഇദ്ദേഹത്തിന്റെ വാർഡ് എന്താണെന്ന് പരിശോധിക്കുക. ഇദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ വാർഡ് എന്ന് പറയുന്നത് വാഴോട്ടുകോണം എന്ന് പറയുന്ന വാർഡാണ്. വാഴോട്ടുകോണം ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇത് CPMന്റെ സ്ഥിരമായിട്ട് ജയിച്ചു വരുന്ന ഒരു വാർഡാണ്. അവരുടെ ഒരു ശക്തിയുള്ള ഒരു സ്ഥലമാണ്. തുടർച്ചയായിട്ട് CPM ജയിച്ചു വരുന്ന ഒരു വാർഡാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോ തുടർച്ചയായിട്ട് ഇങ്ങനെ CPM ജയിക്കുന്ന ഒരു വാർഡിൽ നിന്ന് എങ്ങനെയാണ് BJPക്കാരനായിട്ടുള്ള ഒരു ഹെബിച്വൽ ഒഫൻഡർ തിരഞ്ഞെടുക്കപ്പെടുന്നത്? അല്ലെങ്കിൽ സ്ഥിരമായിട്ട് CPM ജയിച്ചു വരുന്ന ഒരു വാർഡിൽ എങ്ങനെയാണ് BJPക്ക് ഒരു തെരുവ് ഗുണ്ടയെ മത്സരിപ്പിച്ച് ജയിപ്പിക്കാൻ സാധിക്കുക? ഒരു BJPക്കാരനായ ഗുണ്ടയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്യും. ഇവിടെയാണ് പോലീസ് പറയുന്നത് മുഴുവൻ അങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ള സ്ഥിതി വരുന്നത്. ഇനി എന്തായിരുന്നു ആർദ്ധരാത്രിയിൽ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒസാമ ബിൻ ലാദനെ പിടിക്കാൻ പോകുന്നത് പോലെ തന്നെ വീട് വളഞ്ഞ് ഈ വെടിക്കെട്ടും അതുപോലെ മൽപ്പിടുത്തവും ഒക്കെ ആയിട്ട് 14 വയസ്സായ മകന്റെ നേരെ തോക്ക് ചൂണ്ടി ഇത്രയും വലിയ സാഹസികമായിട്ട് ഇദ്ദേഹത്തെ പിടിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? 2 ആഴ്ച മുമ്പ് പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ വന്ന ED ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ച, അവരുടെ വാഹനം വരെ നശിപ്പിച്ച് തല്ലി തകർത്ത CPMന്റെ ഗുണ്ടകളെ ശ്രീ രമേശ് ചെന്നിത്തലയുടെ പോലീസ് എന്താണ് ചെയ്തത്? ഇപ്പോഴും അവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് സാധിച്ചിട്ടില്ല. പാർട്ടി ഓഫീസിനകത്ത് ഇവർ കയറി ഒളിച്ചിരുന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് കയറി ഈ CPMന്റെ ഗുണ്ടകളെ പിടിക്കാനായിട്ട് പോലീസിന് ധൈര്യമില്ല. അങ്ങനെ ധൈര്യമില്ലാത്ത പോലീസാണ് ഇന്നിപ്പോ അന്ന് ഈ പാർട്ടി ഓഫീസിന്റെ പുറത്ത് തോക്കെടുത്ത് ആകാശത്തേക്ക് വെടിവെക്കാനായിട്ട് ഇവർക്ക് സാധിച്ചു. അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെയാണ് ഞാൻ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യം ഞാൻ പറയുന്നത്. പോലീസ് ഇപ്പൊ പറയുന്നത് ഈ സുഗതൻ എന്ന് പറയുന്ന ഈ കൗൺസിലർക്കെതിരെ അറസ്റ്റ് വാറന്റ് ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷെ അദ്ദേഹം കീഴടങ്ങാതെ ഒളിവിൽ പോയി എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോഴാണ് ഒരു ചോദ്യം നമുക്ക് പോലീസിനോട് തിരിച്ചു ചോദിക്കേണ്ടി വരുന്നത്. ഒളിവിൽ പോയ ആള് എങ്ങനെയാണ് വീട്ടിൽ നിന്ന് പിടികൂടുന്നത്? ഒളിവിൽ പോകുന്ന ആൾ ഒളിച്ചിരിക്കുന്ന വീട്ടിലാണോ? അല്ലല്ലോ. ഈ ഹബിച്വൽ ഒഫൻഡർ, ഭൂലോക റൌഡി എന്നൊക്കെ പറയുന്നത് ഇയാളെ എപ്പോ ആണെങ്കിൽ പോലീസ് വന്ന് പൊക്കാവുന്ന വീട്ടിൽ എങ്ങനെ ഒളിച്ചു തരുന്നു? ഇത്രയും വലിയ ഗുണ്ടയ്ക്ക് ഒളിച്ചിരിക്കാനായിട്ട് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ല. അപ്പൊ അതിൽ തന്നെ പോലീസ് പറഞ്ഞത് നുണയാണ്,
എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ ഈ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാം. ഈ സുഗതന്റെ വോയിസ് വളരെ ക്ലിയർ ആണ്. അദ്ദേഹം പറയുന്നത് ഞാൻ ഷർട്ട് ഇട്ടോട്ടെ, അത് കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ കൂടെ വരാം, ഞാൻ ഒരിടത്തേക്ക് ഓടിപ്പോകാനൊന്നും പോകുന്നില്ല. ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹത്തിന്റെ ഭാര്യയും പറയുന്നുണ്ട്, ഇങ്ങനെ ഈ ബലമായിട്ട് പിടിച്ചു കെട്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീരപ്പനെ പിടിക്കുന്ന പോലെ ഒന്നും പിടിക്കേണ്ട കാര്യമില്ലെന്ന് ഇവർ രണ്ടുപേരും പറയുന്നുണ്ട്. അപ്പൊ എന്തിനാണ് ഈ അർദ്ധരാത്രിയിൽ വീട് വളഞ്ഞ് ഈ നാടകം നടത്തിയത്? ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. ഇതിനൊരു പൊളിറ്റിക്കൽ ആംഗിൾ ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കാവുന്നതാണ്. പൊതുപ്രവർത്തകർക്കെതിരെ നിരവധി കേസുകൾ ഇതുപോലെയൊക്കെ ഉണ്ടാവും. ഇവിടെ കൊലപാതക കേസ് പ്രതിയായിരുന്ന ഒരാൾ മുഖ്യമന്ത്രി വരെ ആവുന്നു. അപ്പൊ ഇതിലൊന്നും വലിയ കാര്യമില്ല. പക്ഷേ ഇവിടെ സുഗതനെതിരെ ഇവർ പറയുന്ന കേസ് എന്താണ്? മുൻ MLA, വട്ടിയൂർക്കാവ് MLA ആയിരുന്ന പ്രശാന്തിനെ തടസ്സപ്പെടുത്തി എന്നുള്ള ഒരു കേസാണ് ഇദ്ദേഹത്തെ കുറിച്ച് ഞാനിപ്പോ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. ഈ അറസ്റ്റിന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെ പറ്റി നിരവധി പരാതികളുണ്ട്. ഇയാള് മുൻ പിണറായി വിജയന്റെ സർക്കാരിലെ ഒരു മന്ത്രിയുടെ പെട്ടുപിടുത്തക്കാരനാണെന്നുള്ള ആരോപണം വളരെ ശക്തമായിട്ട് വ്യാപകമായിട്ട് തന്നെയുണ്ട്. അങ്ങനെയുള്ള ആ പോലീസുകാരനെ സ്വാധീനിച്ചിട്ടാണ് മുൻ MLA പ്രശാന്ത് ഇപ്പൊ ഈ സുഗതനെതിരെ കേസ് എടുപ്പിച്ചത് എന്നൊക്കെയാണ് ഇപ്പൊ വരുന്ന പരാതികൾ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം CPM വേണ്ടി വിടിപണി ചെയ്യുന്ന പോലീസുകാരനെയാണ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ഇന്നിപ്പോ കോൺഗ്രസുകാരനായ ശ്രീ രമേശ് ചെന്നിത്തല അഭിനന്ദിച്ചിട്ടുണ്ട്. ഇത്രയും സാഹസികമായ ഓപ്പറേഷൻ നടത്തി ഈ ഹബിച്വൽ ഒഫൻഡറെ പിടികൂടിയതിന് ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ പോലീസുകാരനെ അഭിനന്ദിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് പോലീസിന്റെ കള്ളക്കളി വ്യക്തമാകുന്ന ഒരു കാര്യവും കൂടെ പുറത്തേക്ക് വരുന്നത്. ഈ സുഗതൻ കാപ്പ കേസിൽ പ്രതിയാണല്ലോ. കാപ്പ ചുമത്തിയതാരാണ്? ജില്ലാ കളക്ടറാണ്, അല്ലെ? പക്ഷേ ആരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ കാപ്പ ചുമത്തുന്നത്? ഈ പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. പോലീസാണ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കളക്ടർ ഈ കാപ്പ ചാർജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാപ്പ ചുമത്തുന്നത്. അതായത് CPM നിർദ്ദേശപ്രകാരമാണ് ഇപ്പോഴും കേരളത്തിലെ പോലീസ് പ്രവർത്തിക്കുന്നത്. ആ പോലീസിന്റെ നിർദ്ദേശപ്രകാരം അവർ കൊടുക്കുന്ന റിപ്പോർട്ട് പ്രകാരം ജില്ലാ കളക്ടർ കാപ്പ ചുമത്തുന്നു. അപ്പോ ശ്രീ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ഒരു കാര്യം ഓർക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഭരണം മാത്രമേ മാറിയിട്ടുള്ളൂ, പോലീസ് ഇപ്പോഴും പിണറായിയുടെ പോലീസാണ്. പോലീസ് മാറിയിട്ടില്ല. CPM നിയന്ത്രിക്കുന്ന പോലീസാണ് ഇപ്പോഴും UDF സർക്കാരിന്റെ കീഴിലുള്ളത്. ഇവരെ നിയന്ത്രിച്ചില്ലെങ്കിൽ പിണറായി സർക്കാരിനുണ്ടായ അതേ ഗതികേട് അല്ലെങ്കിൽ അതേ അനുഭവം തന്നെ VD സതീശനും UDF-നും വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിണറായി സർക്കാരിൽ ജനങ്ങളെ ഏറ്റവും അധികം വെറുപ്പിച്ചത് പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ആഭ്യന്തര വകുപ്പായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. അതേ പോലീസ് തന്നെയാണ് ഇപ്പോ പുതിയ സർക്കാരിന്റെ കീഴിലിരുന്ന് കോൺഗ്രസ് സർക്കാരിനെയും കൂടെ ജനങ്ങൾക്കിടയിൽ നാണം കെടുത്തുന്നത്. അപ്പോ ഇതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, VD സതീശനും രമേശ് ചെന്നിത്തലയെല്ലാം സൂക്ഷിച്ചില്ലെങ്കിൽ പോലീസിന്റെ ഗുണ്ടായിസം മൂലം പിണറായി സർക്കാരിന് വന്ന അതേ വിധിയായിരിക്കും UDF സർക്കാരിനും ഉണ്ടാവുക. ഇന്ന് ശ്രീ രമേശ് ചെന്നിത്തല അഭിനന്ദിച്ചത് ഈ അർദ്ധരാത്രിയിൽ വീട് വളഞ്ഞ് ഇത്രയും സാഹസികമായിട്ട് ഈ ഹെബിച്വൽ ഒഫൻഡറായ BJP കൗൺസിലറെ പിടിച്ചതിന് അഭിനന്ദിച്ചത് ശരിക്കും സ്വന്തം കരണത്തടിച്ച ഒരു പോലീസുകാരനെയാണെന്നുള്ള കാര്യം ശ്രീ രമേശ് ചെന്നിത്തല ഇനിയെങ്കിലും തിരിച്ചറിയണം. CPM പോലീസിനെ ഇങ്ങനെ കയറൂരി വിടുന്ന UDF സർക്കാർ തോണ്ടുന്നത് സ്വന്തം കുഴി തന്നെയാണെന്നുള്ള കാര്യം ഓർത്തു കഴിഞ്ഞാൽ അവർക്ക് തന്നെ കൊള്ളാം. താങ്ക് യു. ജയ് ഹിന്ദ്.